കർത്താവേ, അരുളിച്ചെയ്താലും ഞങ്ങൾ കേൾക്കുന്നു. ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. ഈ 4 വാക്കുകൾ നിരാശയുടെ ആഴങ്ങളിലേക്ക് വീണുപോകുമ്പോൾ മക്കളെ കാക്കുന്ന എൻ്റെ ശാശ്വത ഭുജങ്ങളാണ്. ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. മാനുഷിക പരിമിതികളുള്ള എൻ്റെ മക്കൾക്ക് ജീവിതത്തിലെ ഉയർച്ച താഴ്ചകളെ സ്വന്തം ശക്തി കൊണ്ട് അതിജീവിക്കാൻ കഴിയില്ല മക്കളെ. സഹായവും സങ്കേതവുമായി എൻ്റെ മക്കൾ കാണുന്ന മാനുഷിക കരങ്ങളും കംഫർട്ട് സോണുകളും നിങ്ങളുടെ വീഴ്ചയിൽ നിങ്ങൾക്ക് സഹായമാവില്ല. പ്രിയപ്പെട്ടവരും പ്രിയപ്പെട്ടതും കൈവിടുമ്പോൾ നിരാശയുടെ ആഴങ്ങളിലേക്കുള്ള മക്കളുടെ പതനത്തിൻ്റെ വേഗതയും ആഘാതവുമൊക്കെ ഭയാനകമായിരിക്കും. അപ്പോൾ ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന് ചിന്തിക്കണം. മക്കളെ, അത് നിങ്ങളുടെ കാഴ്ചപ്പാടുകളും ഭയാശങ്കകളും തീർച്ചയായും മാറ്റും. എപ്പോഴും ഞാൻ കൂടെയുണ്ട് എന്ന തിരിച്ചറിവ് പ്രത്യാശയോടെ എന്നെ വിളിക്കാനും എന്നിൽ ആശ്വാസം കണ്ടെത്തുവാനും മക്കൾക്ക് സഹായകമാകും. നിസ്സഹായതയിലേക്ക് വീഴുന്ന മനസ്സിനെ താങ്ങി നിർത്താൻ എൻ്റെ വചനങ്ങളും വാഗ്ദത്തങ്ങളും മക്കളെ ശക്തരാക്കും. ദൈവം കൂടെയുണ്ട് എന്നതുകൊണ്ട് എന്താണ് മക്കൾ അർത്ഥമാക്കേണ്ടത്? മക്കളെ, ഞാൻ പറഞ്ഞു തരാം. ഞാൻ നിന്നെ എൻ്റെ ശക്തമായ കരങ്ങളിൽ എപ്പോഴും വഹിച്ചിരിക്കുകയാണ്. സ്വർഗീയ ജ്ഞാനം കൊണ്ട് ഞാൻ നിന്നെ നേരായ വഴികളിലൂടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒടുവിൽ നിന്നെ എൻ്റെ മഹത്വത്തിലേക്ക് ഞാൻ കൂട്ടിക്കൊണ്ടുപോകും. ഇതാണ് നിന്നെ കരങ്ങളിൽ വഹിക്കുന്ന ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന വലിയ കാര്യങ്ങൾ. മക്കളെ, ദൈവം കൂടെയുണ്ട് എന്നത് വിപുലമായ ഒരു സുരക്ഷാ പദ്ധതിയാണ്. എന്നും എപ്പോഴും എല്ലാ സാഹചര്യങ്ങളിലും തുടരുന്ന ദിവ്യ പരിപാലനമാണ്. മക്കൾക്ക് ഇതൊക്കെ മനസ്സിലാകുന്നുണ്ടോ? എൻ്റെ സാന്നിധ്യബോധവും നിത്യതയെപ്പറ്റിയുള്ള ഉറപ്പും ഉള്ളപ്പോൾ ഒരു ദുരന്തത്തിനും ഒരു നിഷേധശക്തിക്കും, എന്തിന് മരണത്തിന് പോലും നിന്നെ ഭയപ്പെടുത്താനാവില്ല. എന്നിൽ നിന്നും എൻ്റെ മക്കളെ അകറ്റുവാനും കഴിയില്ല. കുഞ്ഞെ, നീ ഭയപ്പെടേണ്ട. ഞാൻ നിന്നോട് കൂടെ നിന്റെ ആയുസ്സിൻ്റെ ദിവസങ്ങളിലൊക്കെയും നിന്നോടുകൂടെ ഉണ്ട്. സെഫനിയ പ്രവചനം 3-ാം അധ്യായം. നിന്റെ ദൈവമായ കർത്താവ്, വിജയം നൽകുന്ന യോദ്ധാവ് നിന്റെ മധ്യേ ഉണ്ട്. 73-ാം സങ്കീർത്തനം.
എന്നിട്ടും ഞാൻ നിരന്തരം അങ്ങയോട് കൂടെയാണ്. അവിടുന്ന് എൻ്റെ വലതു കൈ പിടിച്ചിരിക്കുന്നു. ഉപദേശം തന്ന് അങ്ങ് എന്നെ നയിക്കുന്നു. പിന്നീട് അവിടുന്ന് എന്നെ മഹത്വത്തിലേക്ക് സ്വീകരിക്കും. സ്വർഗത്തിൽ അങ്ങല്ലാതെ ആരാണ് എനിക്കുള്ളത്? ഭൂമിയിലും അങ്ങയെയല്ലാതെ ഞാൻ ആരെയും ആഗ്രഹിക്കുന്നില്ല. എൻ്റെ ശരീരവും മനസ്സും ക്ഷീണിച്ചു പോയേക്കാം. എന്നാൽ ദൈവമാണ് എൻ്റെ ബലം. അവിടുന്നാണ് എന്നേക്കുമുള്ള എൻ്റെ ഓഹരി. ഈ തിരുവചനങ്ങളാൽ ജീവിത പ്രതിസന്ധികളെ ശക്തമായി നേരിടുവാൻ ദൈവം നമ്മെ സജ്ജീകരിക്കട്ടെ. ശുഭാശംസകളോടെ എ പി ജോർജച്ചൻ.